ഹായ് ഡിയേഴ്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പാൽക്കോവയാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള മിഠായിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് നെയ്യും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പിൽ 3/4 കപ്പ് നെയ്യും 1/4 കപ്പ് ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിനൊന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സൊക്കെ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വരണം. അപ്പോൾ ആയിന്ന് മനസ്സിലാവണത് ഒരു സ്മെല്ല് വരും, നല്ലൊരു സ്മെല്ല് വരും. മൈദ ഇതിൽ കിടന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. ചൂട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കും. ഇപ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേപോലെ നല്ല ക്രീമി ആയിട്ടിരിക്കണം. ഇതേ കളറും ഇതേപോലെ ആയിരിക്കണം, നല്ല ക്രീം പോലെ ഇരിക്കണം. ഞാനീ പറഞ്ഞ കറക്റ്റ് അളവിൽ തന്നെ എടുത്താൽ ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. നല്ല ചൂടാറേണ്ട, ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. അപ്പോൾ അതുവരെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതാണ്, പൊടിച്ചതാണ്. അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 1 കപ്പ് പഞ്ചസാരയാണ്. അതിൽ നിന്നും കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഈ പാൽപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 3/4 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ചാൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര കിട്ടും. ഇത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയില്ല. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ബാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണം. ലാസ്റ്റ് നമുക്ക് കൈ കൊണ്ട് കുഴച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനെല്ലാം കുഴച്ച് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ ഒരു സ്ക്വയർ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. അതിൽ ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സ്പൂണ് വെച്ചിട്ട് ലെവൽ ചെയ്താലും മതി. അതെല്ലാം ഒരേപോലെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാതും ഒരേപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ലെവലാക്കി എടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് ലെവലാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഇതേപോലെ മോൾ ഭാഗത്ത് ഇങ്ങനെ നെയ്യ് മുകളിലുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരം ഇത് സെറ്റാവുന്ന വരെ ഒന്ന് നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂർ നേരം വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പുറം തിരിച്ച് വെച്ച് ഒന്ന് മോൾ ഭാഗം ഒന്ന് തട്ടി കൊടുത്താൽ താഴേക്ക് ഈസി ആയിട്ട് പോരും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പാൽ മിഠായിയുടെ അതേ ഷേപ്പിൽ സ്ക്വയറിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. സ്ക്വയർ ഷേപ്പിലാണല്ലോ നമ്മൾ മിഠായി ഉണ്ടാവുക. ആ ഷേപ്പിൽ അതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. നല്ല പതുക്കെ ഒന്ന് മുറിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം അതും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം, അവരും അറിയട്ടെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.